Hi everyone and welcome back. Today we are deep diving into different high-yield topic for medical law and forensics. It include how to audit a transplant center under the TOTA Act, role of transplant coordinator, how far do regulations prevent commercial dealings in organ donation, and I also included one case for reference, that is Rajendra Kumar case, where unrelated donor approval by authorization committee happened. These are some frequent 10 to 20 mark questions for MHS students. As a first, let's discuss while auditing a transplant center, what are the rules, regulations, and penalties. For that, we need to break down the mandatory registration rules, standards and facilities, and so on. It includes chapter 5 to 6. So let's go. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഓർഗൻ റിട്രീവൽ സെൻറ്റർ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. ദിസ് ഈസ് കമ്മിങ് അണ്ടർ ദ ആക്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂ ആക്ട് THOATA തോട്ട ആക്ട് 1994 ൻ്റെ ബേസിസിലായിരിക്കാം. സോ ഇത് അമെൻഡ് ചെയ്ത് 2011 ദിസ് വെരിഫൈ ദ കംപ്ലയൻസ് വിത്ത് രജിസ്ട്രേഷൻ, ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്സ്, authorization procedures and prohibition of commercial dealings. ഈ ഓഡിറ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് 2 to 6 ഓഫ് ദ ആക്ട് ആണ്. സോ നമുക്ക് മാൻഡറ്ററി രജിസ്ട്രേഷനാണ് ആദ്യമായിട്ട് വേണ്ടത്. ചാപ്റ്റർ 5 ആണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഒരു ഹോസ്പിറ്റലിനെയും സെക്ഷൻ 14 അനുസരിച്ച് റിമൂവൽ, സ്റ്റോറേജ് ഓർ ട്രാൻസ്പ്ലാന്റ് ഓഫ് ഹ്യൂമൻ ഓർഗൻ ഓർ ടിഷ്യൂ വിത്തൗട്ട് രജിസ്ട്രേഷൻ പറ്റില്ല. അല്ലെങ്കിൽ എനി ടിഷ്യൂ ബാങ്ക്സിന് അണ്ടർ ദ സെക്ഷൻ 14A ദ സെയിം, അതായത് റിക്കവറി, സ്ക്രീനിങ്, ടെസ്റ്റിംഗ്, പ്രോസസ്സിംഗ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനി ഓർഗൻ ഓർ ടിഷ്യൂ വിത്തൗട്ട് ദ രജിസ്ട്രേഷൻ സാധിക്കില്ല. സെക്ഷൻ 15 പറയുന്നത് അപ്രോപ്രിയേറ്റ് അതോറിറ്റിന്ന് ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇല്ലാണ്ട് ഈ ഹോസ്പിറ്റലും ടിഷ്യൂ ബാങ്കും നടത്താൻ പറ്റില്ല എന്നാണ്. അപ്പോൾ നമുക്ക് വാലിഡ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വേണം. എവിടെ നിന്ന്? അപ്രോപ്രിയേറ്റ് അതോറിറ്റിന്ന്. ഈ കേസ് സെക്ഷൻ 15 പറയുന്നത്. മാത്രമല്ല ഒരു ടൈം ലൈൻ ഉണ്ട്. 60 ദിവസം അല്ലെങ്കിൽ 2 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇഫ് വി ആർ ഓപ്പറേറ്റിംഗ് ദാറ്റ് ക്ലിനിക് ഓർ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു ഹ്യൂമൻ ഓർഗൻ റിട്രീവൽ സെൻറ്റർ നടത്തുവാണെങ്കിൽ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 60 ഡേയ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊരു 3 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അൺരജിസ്റ്റേർഡ് ആയിട്ട് കണ്ടാൽ അത് നമുക്ക് പെനാൽറ്റീസൊക്കെ ആയിട്ട് വരും. 14 ആണെങ്കിലും 14A സെക്ഷൻ, അത് ടിഷ്യൂ ബാങ്ക് ആയാലും ഹോസ്പിറ്റൽ ആയാലും, they will cease the activities if unregistered after 3 months. The center must appoint a transplant coordinator with a prescribed qualification. ഇത് പറയുന്നത് സെക്ഷൻ 14(4) ആണ്. അപ്പോൾ ഒന്ന് സെക്ഷൻ 14 ആരായിരുന്നു? ഹോസ്പിറ്റൽ. 14A എന്താ? ടിഷ്യൂ ബാങ്ക്. സെക്ഷൻ 15 ആണെങ്കിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റി. ദെൻ 14(4) ഏതാണ്? അതായത് ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്ററിനെ പറ്റി പറയുന്നത്. അവർ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷനുള്ള ഒരു ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നത് സെക്ഷൻ 14(4). ഇതൊക്കെയാണ് മാൻഡറ്ററി രജിസ്ട്രേഷൻ്റെ ഭാഗം. ചാപ്റ്റർ 5 എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്രോപ്രിയേറ്റ് അതോറിറ്റി എൻഫോഴ്സ് ചെയ്യുന്ന പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ടിഷ്യൂ ബാങ്ക്സ്, the center must maintain skilled manpower, equipment and specialized services. മാത്രമല്ല അപ്രോപ്രിയേറ്റ് അതോറിറ്റിക്ക് പീരിയോഡിക്കലി ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. സോ ദ സെൻറ്റർ മസ്റ്റ് മെയിൻറ്റെയിൻ ദി സ്കിൽഡ് മാൻ പവർ, എക്യുപ്മെൻറ്റ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് സർവീസസ് എന്ന് പറയുന്നത് സെക്ഷൻ 14. അതുപോലെ അവർക്ക് പീരിയോഡിക്കലി ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്നുള്ള പവർ പറയുന്നത് സെക്ഷൻ 13 നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്തെല്ലാം ഓതറൈസേഷൻ റിക്വയർമെൻ്റ് ആണ് ഓഡിറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓൺലി ദ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ക്യാൻ റിമൂവ് ദ ഓർഗൻസ് ഓർ ടിഷ്യൂ. RMP മാത്രമേ അലൗഡ് ഉള്ളൂ. സെക്ഷൻ 3 അത് പറയുന്നത്. ഈ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫിക്കറ്റ് അത് ആവശ്യമുണ്ട്. ഇവിടുന്ന് ഫ്രം ദ ബോർഡ് ഓഫ് മെഡിക്കൽ എക്സ്പെർട്ട്, ഇറ്റ് ഈസ് മാൻഡറ്ററി. അതും സെക്ഷൻ 3 പറയുന്നത്. ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫിക്കറ്റ് ബൈ എ ബോർഡ് ഓഫ് മെഡിക്കൽ എക്സ്പെർട്ട് ഈസ് മാൻഡറ്ററി. നെക്സ്റ്റ്, ഫോർ ലിവിങ് ഡോണേഴ്സ്
നമുക്ക് നിയർ റിലേറ്റീവ്സിനെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അൺറിലേറ്റഡ് ഡോണേഴ്സിനാണെങ്കിൽ അതറൈസേഷൻ കമ്മിറ്റീൻ്റെ പ്രയർ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അൺറിലേറ്റഡ് ഡോണേഴ്സിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പ്രയർ അതറൈസേഷൻ കമ്മിറ്റിയുടെ അപ്രൂവൽ വേണം. അടുത്തതാണ് സ്വാപ്സ് ഓർ പെയർഡ് ഡൊണേഷൻ, ഓൾസോ നീഡ് അപ്രൂവൽ. എന്താണ് സ്വാപ്സ് ഓർ പെയർഡ് ഡോണർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എ ഫാമിലി എ, the father needs a kidney but his daughter who want to donate has a different blood group. Same family, they are incompatible. Likewise, the family B, the brother needs a kidney but his sister who want to donate is also incompatible with him. So the solution is swap. If the daughter from the family A is matched for the brother in the family B, and similarly the sister from the family B match for the father in the family A, so they can easily swap, exchange ചെയ്യാൻ പറ്റും. റിയലി അവർ അൺറിലേറ്റഡ് ഡോണേഴ്സ് ആണ്, പക്ഷേ അവർക്ക് പ്രയറായി അതറൈസേഷൻ കമ്മിറ്റീൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ സ്വാപ്പ് ഓർ പെയർഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വകുപ്പുണ്ട്. ദാറ്റ് ഈസ് ഇങ്ങനത്തെ എല്ലാം ഡൊണേഷൻസും സെക്ഷൻ 9 വരുന്നത്. ലിവിങ് ഡോണേഴ്സിനെ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതും അൺറിലേറ്റഡ് ഡോണേഴ്സ് തമ്മിലും പിന്നെ സ്വാപ്സ് ഓർ പെയർഡ് ഡൊണേഷൻസ് ഒക്കെ പറയുന്നതാണ് സെക്ഷൻ 9. പിന്നെ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, ആർക്കൊക്കെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് സെക്ഷൻ 9. ഇത് ആർക്ക് കൊടുക്കാൻ പറ്റാത്ത മൈനേഴ്സ് ഉണ്ടല്ലോ, 18 വയസ്സിന് താഴെയുള്ളത്, അതുപോലെ മെൻ്റലി ചലഞ്ചഡ് പേഴ്സൺ, ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് സെക്ഷൻ 9 തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഓൺലി തെറാപ്യൂട്ടിക് പർപ്പസിന് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ, നോ നോൺ തെറാപ്യൂട്ടിക് യൂസ്. സോ അതും സെക്ഷൻ 9 എന്തെല്ലാം കാര്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, എന്തുകൊണ്ടൊക്കെ കൊടുക്കാൻ പറ്റില്ല, ഇത്രയൊക്കെ സെക്ഷൻ 9 ഒന്നിച്ച് നമുക്ക് ഓർക്കാൻ പറ്റും. ഓക്കെ, RMPനെ പറ്റിയും RMPസിൻ്റെ ഡ്യൂട്ടി, പിന്നെ അവർ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം, മറ്റ് സർട്ടിഫിക്കേഷൻസൊക്കെ സെക്ഷൻ 3 വരണേ. ഒന്ന് ഓൺലി RMPസിന് മാത്രമേ ഓർഗൻ ടിഷ്യൂ റിമൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നത്. പിന്നെ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫിക്കറ്റ് ബൈ ബോർഡ് ഓഫ് മെഡിക്കൽ എക്സ്പെർട്ട് വേണം എന്നുള്ളതും സെക്ഷൻ 3 ആണ്. മാത്രമല്ല ദ ഡ്യൂട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഇൻ ICU എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെക്കിംഗ് പ്രയർ അതറൈസേഷൻ ആൻഡ് ഇൻഫോമിംഗ് ദ ഹ്യൂമൻ ഓർഗൻ റിട്രീവൽ സെൻറ്റർ. ഇത് സെക്ഷൻ 3 ആണ് RMPസിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ RMP റിലേറ്റഡ് ആയതുകൊണ്ട് സെക്ഷൻ 3 ആണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടത്, എന്താണ് ഈ ചെക്കിംഗ് പ്രയർ അതറൈസേഷൻ? ഇത് ഇവരുടെ ഒരു ഡ്യൂട്ടിയാണല്ലോ. അതായത് ഇഫ് ഇറ്റ് ഈസ് എ ലിവിങ് ഡോണർ ഹു ആർ നോട്ട് നിയർ റിലേറ്റീവ്, അല്ലെങ്കിൽ ഫോർ എ സ്വാപ്പ് ഡൊണേഷൻ, അതോറിറ്റി മീൻസ് സ്പെസിഫിക് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ബോഡി. അതായത് ഇവിടെ ആരാണ് അപ്രോപ്രിയേറ്റ് അതോറിറ്റി? അല്ല, അതറൈസേഷൻ കമ്മിറ്റിയാണ്. അപ്പോൾ RMP ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്, അതായത് അതറൈസേഷൻ കമ്മിറ്റി എന്നുള്ള അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത് ഇങ്ങനത്തെ കേസസിൽ. അപ്പോൾ RMP ഇൻ്റർവ്യൂ ദ ഡോണർ ആൻഡ് റെസിപ്പിയൻ ടു എൻഷുർ ദർ ഈസ് നോ മണി ബീങ് എക്സ്ചേഞ്ച്ഡ് ആൻഡ് ദാറ്റ് ദ ഡൊണേഷൻ ഈസ് ഔട്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ. സോ RMP cannot proceed with surgery unless they have a written approval certificate from this committee. അപ്പോൾ ഈ കമ്മിറ്റി എന്നുള്ള റിട്ടൺ അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം ഉണ്ടോ ഇല്ലേന്ന് ചെക്ക് ചെയ്യുക, അതാണ് ചെക്കിങ് ദ പ്രയർ അതറൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദറ്റ് ഈസ് വൺ ഓഫ് ദ ഡ്യൂട്ടി. ആൻഡ് അതർ ഡ്യൂട്ടി ഈസ് ഇൻഫോമിങ് ടു ദ ഹ്യൂമൻ ഓർഗൻ റിട്രീവൽ സെൻറ്റർ. അവർക്ക് ഈ ഇൻഫർമേഷൻ കൊടുക്കണം, ഇവിടെ ഇങ്ങനെ കാര്യം നടത്തുന്നുണ്ട്, നോട്ട് റിലേറ്റീവ്സ് തമ്മിലല്ല. നെക്സ്റ്റ്, നമ്മുടെ ഡോണറിനായാലും റെസിപ്പിയൻറ്റിനായാലും ഇതിൻ്റെ റിസ്ക് വശങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇൻഫോംഡ് കൺസെൻറ്റ് അവരുടെ നിന്ന് വാങ്ങണം. ദാറ്റ് ഈസ് കമ്പൾസറി ആൻഡ് അണ്ടർ സെക്ഷൻ 12. മാത്രമല്ല നമ്മൾ റിമൂവ് ചെയ്ത ഓർഗൻസിനും ടിഷ്യൂവിനും പ്രിസർവ് ചെയ്യാനുള്ള പ്രിസ്ക്രൈബ്ഡ് സ്റ്റെപ്സ് ഉണ്ട്, ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ് എന്ന് സെക്ഷൻ 7 ഉറപ്പ് വരുത്തുന്നു. എന്താണിപ്പോൾ ഞാൻ പറഞ്ഞത്? അതായത് ഓർഗാനും ടിഷ്യൂവും റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു പ്രിസർവ് ചെയ്ത് വെക്കണമല്ലോ കൊടുക്കുന്നതിന് മുമ്പായിട്ട്. അതിന് കുറച്ച് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്നാണ് സെക്ഷൻ 7 പറയുന്നത്. മറ്റേ സെക്ഷൻ 12 എന്താ പറഞ്ഞത്? റെസിപ്പിയൻറ്റിൽ നിന്നും ഡോണറിൽ നിന്നും
റിസ്ക് ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഇൻഫോംഡ് കൺസെൻറ്റ് വാങ്ങി വയ്ക്കണം. സെക്ഷൻ 10 പറയുന്നത് നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്ലേസസിൽ മാത്രമേ ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഇനി ഓർഗൻ ഒരു ടിഷ്യൂ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അതിന് എക്സെപ്ഷൻ ഉണ്ട്. അതായത് കണ്ണ്, കോർണിയ, തിമിര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കോർണിയ, അതുപോലെ ഇയേഴ്സ്, ഈ ഐസിനും ഇയേഴ്സിനും എക്സെപ്ഷനാണ്. അത് നമുക്ക് രജിസ്റ്റേർഡ് പ്ലേസ് ആവണമെന്നില്ല, പക്ഷേ റിമൂവ് ചെയ്യുന്നത് RMP തന്നെയായിരിക്കണം, അത്രയേ ഉള്ളൂ. സോ നോ അസോസിയേഷൻ വിത്ത് അൺരജിസ്റ്റേർഡ് എൻറ്റൈറ്റീസ്. ബാക്കി എല്ലാ കേസസിലും അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള എൻറ്റൈറ്റീസ് അല്ലെങ്കിൽ പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് അലോ ചെയ്യുന്നില്ല. പിന്നെ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് നാഷണൽ രജിസ്ട്രി ഓഫ് ഡോണേഴ്സ് ഓഫ് റെസിപ്പിയൻറ്റ് സെക്ഷൻ 13 പറയുന്നു. അതുപോലെ തന്നെ സെക്ഷൻ 13C നാഷണൽ ഓർ റീജിയണൽ നെറ്റ്വർക്ക്സ് മസ്റ്റ് ബി ഫോളോഡ് ഫോർ റിപ്പോർട്ടിംഗ്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ? ഒന്ന് നാഷണൽ രജിസ്ട്രി ഓഫ് ഡോണേഴ്സ് ഓർ റെസിപ്പിയൻറ്റ്, മറ്റത് നാഷണൽ നെറ്റ്വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ റീജിയണൽ നെറ്റ്വർക്ക്സ് ഉണ്ട്. വേർ ദ പ്ലേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഫോളോ ചെയ്യേണ്ട കുറച്ച് നെറ്റ്വർക്കിംഗ് സ്ഥലങ്ങളുണ്ട്, റീജിയണൽ നെറ്റ്വർക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. സിമ്പിളി പറയുകയാണെങ്കിൽ കുറച്ച് രജിസ്ട്രി ഉണ്ട്, കുറച്ച് നെറ്റ്വർക്ക്സ് ഉണ്ട് ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഇപ്പോൾ ഡോണേഴ്സ് ആൻഡ് റെസിപ്പിയൻസ് അവിടെ രജിസ്റ്റർ ചെയ്യണം. അടുത്തത് പെനാൽറ്റി ഫോർ നോൺ കോംപ്ലയൻസ്. ഇത് പറയുന്നത് ചാപ്റ്റർ 6 ഇപ്പോൾ നമ്മൾ 3ാമത്തെ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം ചാപ്റ്റർ 5 ആയിരുന്നു. അതിലെന്തായിരുന്നു? മാൻഡേറ്ററി രജിസ്ട്രേഷനും അതുപോലെ ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫെസിലിറ്റീസ്, അതായത് മാൻ പവർ ആൻഡ് എക്യുപ്മെൻറ്റ്, സ്പെഷ്യലൈസ്ഡ് സർവീസസ് ഒക്കെ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചാപ്റ്റർ 5 ചാപ്റ്റർ 2 എന്തൊക്കെയായിരുന്നു? ദ അതോറിറ്റി ഫോർ റിമൂവൽ ആൻഡ് ട്രാൻസ്പ്ലാന്റ് ലൈക്ക് RMP, പിന്നെ സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് വേണ്ടത്, പിന്നെ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, പിന്നെ ആർക്ക് കൊടുക്കാൻ പറ്റില്ല, പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഇൻഫോംഡ് കൺസെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചാപ്റ്റർ 2 പിന്നെ അടുത്ത് പെനാൽറ്റീസ് എല്ലാം വരുന്നത് ചാപ്റ്റർ 6. അപ്പോൾ ഒന്നാമത്തെ പെനാൽറ്റി, അതോറിറ്റി ഇല്ലാതെ നമ്മൾ ഓർഗനോ ടിഷ്യൂ റിമൂവ് ചെയ്യുക. വിത്തൗട്ട് അതോറിറ്റി, നമ്മൾ പ്രയർ അതറൈസേഷൻ കമ്മിറ്റിന്ന് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നോൺ റിലേറ്റീവ്സെല്ലാം തമ്മിൽ അല്ലെങ്കിൽ സ്വാബ്സ് തമ്മിലൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇവർ റിമൂവൽ ഓഫ് ഓർഗൻ ഓർ ടിഷ്യൂ നടത്തി കഴിഞ്ഞാൽ സെക്ഷൻ 18 അണ്ടറിൽ ഓർഗാൻസ് ആണെങ്കിൽ അപ് ടു 10 years ഇംപ്രിസൺമെൻറ്റ് പ്ലസ് അതായത് ആൻഡ് ഫൈൻ അപ് ടു 20 lakh, 10 വർഷം തടവും 20 ലക്ഷം വരെ എന്താ പറയുക ശിക്ഷ, ഫൈനും വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ടിഷ്യൂസ് ആണെങ്കിൽ കുറവാണ്, അപ് ടു 3 years ആൻഡ് 5 ലക്ഷം ആണ് നമ്മുടെ പണിഷ്മെൻ്റായിട്ട് വരുന്നത്. ഇനി ഫോർ ഡോക്ടേഴ്സിന് അവരുടെ പേര് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്റ്ററിൽ നീക്കം ചെയ്യും. ഫസ്റ്റ് ഒഫൻസ് ആണെങ്കിൽ 3 വർഷത്തേക്ക് നീക്കം ചെയ്യും. പക്ഷെ അതിന് ശേഷം ഇതുപോലെ അതോറിറ്റിന്ന് അപ്രൂവൽ ഇല്ലാണ്ട് റിമൂവൽ ഓഫ് ഓർഗൻ ഒരു ടിഷ്യൂ നടത്തി കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്റ്ററിൽ ഇവരുടെ ഡോക്ടറിൻ്റെ പേര് സ്ട്രക്ക് ഓഫ് ചെയ്യും. ഇത് പേര് വെട്ടിവെക്കും, പെർമനൻ്റ് ആയിട്ട് വെട്ടിവെക്കാനുള്ള ഇതുണ്ട്. അതോറിറ്റീനെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ എന്താണ് പണിഷ്മെൻറ്റ്? 10 വർഷം തടവും 20 ലക്ഷം പിഴ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വിത്തൗട്ട് അതോറിറ്റി ആണെങ്കിൽ. ഇപ്പോൾ 3 വർഷം തടവ്, 5 ലക്ഷം വരെ പിഴ ഇപ്പോൾ ടിഷ്യൂ ആണെങ്കിൽ, ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ. ഇനി അടുത്തത് വയലേഷൻ എന്താണെന്നറിയോ? ഇത് കമേഴ്ഷ്യൽ ഡീലിംഗ്, ലൈക്ക് ഓഫറിങ് ഓർ അറേഞ്ചിങ് ദ ബൈയിങ് ഓർ സെല്ലിങ് ഓഫ് ഹ്യൂമൻ ഓർഗൻ ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. ലൈക്ക് കാശിനെ വിൽക്കുക അല്ലെങ്കിൽ അഡ്വർട്ടൈസ് ചെയ്യുക, ഇത് ഇത്ര കാശ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ നെഗോഷിയേറ്റ് ചെയ്യുക, വേറൊരാൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കുക ഇത്ര കാശിലെന്നൊക്കെ. അല്ലെങ്കിൽ ഫാൾസ് അഫിഡാവിറ്റ്, എന്താ അഫിഡാവിറ്റ്? സത്യവാങ്മൂലം.
ഇത് നമ്മൾ ഗസറ്റ് ഓഫീസറിന് സൈനൊക്കെ വാങ്ങാം. അങ്ങനത്തെ നമ്മൾ ഇപ്പം ലൈക്ക് നമ്മൾ അതോറൈസേഷൻ കമ്മിറ്റീൻ്റെ അടുത്ത് പറയുകയാണ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് റെസിപ്പിയൻറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി നിയർ റിലേറ്റീവ് ആണെന്നൊക്കെ സത്യവാങ്മൂലം ചെയ്തിട്ട് ആക്ച്വലി അത് തെറ്റായിട്ട് വരിക. അങ്ങനെ എന്തെങ്കിലും കമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ യൂസ് ചെയ്യുന്നു. ഫോർ അൺറിലേറ്റഡ് ഡോണേഴ്സ് തമ്മിലൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് ഇതിൻ്റെ ഫോൾസ് അഫിഡാവിറ്റ്സ് വരികയാണെങ്കിൽ അവർ നുണ പറഞ്ഞ് ഈ ഒരു ഓർഗൻ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി കേസ് വരുമ്പോൾ അൺറിലേറ്റഡ് ഡോണേഴ്സ് തമ്മിലുള്ള കേസസിലാണ് ഈ ഫോൾസ് അഫിഡാവിറ്റ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ 19 എന്ന് പറഞ്ഞാൽ 19 സെക്ഷനിൽ മിനിമം 5 to 10 ഇയേഴ്സ് എന്താ ഇംപ്രിസൺമെൻറ്റും 20 ലക്ഷം to 1 crore വരെ എന്തുണ്ട് പിഴയുണ്ട് ഓർഗൻ ആണെങ്കിൽ. എന്നാൽ ഒരു ടിഷ്യൂ ആണെങ്കിൽ 1 to 3 ഇയേഴ്സ് മിനിമം നമുക്ക് ഇംപ്രിസൺമെൻറ്റും 5 to 25 lakh വരെ ഫൈനും വരുന്നുണ്ട് ടിഷ്യൂസിൻ്റെ കേസാണെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ചും കൂടിയും സീരിയസ് ആയിട്ട് കണ്ടത്. ആ 1 crore വരെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മളിപ്പോൾ ഒരു ഫോൾസ് അഫിഡാവിറ്റ് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഡീലിങ്സോ നടത്തിക്കഴിഞ്ഞാൽ സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വിത്തൗട്ട് ദ അതോറിറ്റി ആയിരിക്കുമല്ലോ ഈ പേയ്മെൻറ്റ് വഴിയായിട്ട് അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ടും അഡ്വർടൈസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഈ കമേഴ്ഷ്യൽ ഡീലിങ്സ് നടത്തുക. വല്ലാണ്ട് അവരോട് പറഞ്ഞിട്ട് ചെയ്യില്ല, ചിലപ്പോൾ അവരുടെ കൂട്ടുപിടിച്ച് ചെയ്യുമായിരിക്കും. അപ്പോഴൊക്കെ നമ്മളിപ്പോൾ സെക്ഷൻ 18 ഉം 19 ഒക്കെ ഉൾപ്പെടും അല്ലേ. വിത്തൗട്ട് അതോറിറ്റി ആണെങ്കിൽ സെക്ഷൻ 18, വിത്ത് അതോറിറ്റി മറ്റേ കമേഴ്ഷ്യൽ ഡീലിങ്സ് ഒക്കെ ആണെങ്കിൽ സെക്ഷൻ 19, പിന്നെ ഫോൾസ് അഫിഡാവിറ്റും എല്ലാം കൂടി. ഇവിടെ ഏതാണ്ട് ഇംപ്രിസൺമെൻറ്റിൻ്റെ കാലാവധി സെയിമാണ്. ഓർഗൻ ആണെങ്കിൽ അപ് ടു 10 ഇയേഴ്സ്, 5 to 10 ഇയേഴ്സ്. പിന്നെ ടിഷ്യൂ ആണെങ്കിൽ 1 to 3 ഇയേഴ്സ് അല്ലെങ്കിൽ അപ് ടു 3 ഇയേഴ്സ്. പക്ഷേ ഫൈനിലാണ് വ്യത്യാസം. ഫൈൻ 20 lakhs to 1 crore വരെ ഓർഗൻ ആണെങ്കിൽ സെക്ഷൻ 19 പ്രകാരം വാങ്ങാം. 5 to 25 lakhs വരെ ടിഷ്യൂസിനാണെങ്കിൽ വാങ്ങാം. മറ്റ് അതോറിറ്റീൻ്റെ കേസിലാണെങ്കിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, ഫൈൻ അപ് ടു 20 lakh, അതുപോലെ അപ് ടു 5 lakh വരെ ഉണ്ടാവുള്ളൂ സെക്ഷൻ 18, അതായത് വിത്തൗട്ട് അതോറിറ്റി ആണെങ്കിൽ. പക്ഷേ കമേഴ്ഷ്യൽ ഡീലിങ്സിനാണ് കൂടുതൽ ചിലവ്. അതർ കോൺട്രാവെൻഷൻസ് ആണെങ്കിൽ ദ കോൺട്രാവെൻഷൻ എന്ന് വെച്ചാൽ ദ ബ്രീച്ച്, ലംഘനം, ദ ബ്രേക്കിംഗ് ഓർ വയലേഷൻ ഓഫ് എ ലോ, റൂൾ ഓർ അഗ്രിമെൻറ്റ്, അതിനെയാണ് കോൺട്രാവെൻഷൻ എന്ന് പറയാം. ഇറ്റ്സ് സിനോണിം ടു ബ്രീച്ച്. അൺരജിസ്റ്റേർഡ് ആക്ടിവിറ്റി, എക്സാമ്പിൾ പറയണേ, ഇപ്പം അൺരജിസ്റ്റേർഡ് ആക്ടിവിറ്റി അല്ലെങ്കിൽ അതർ നമ്മൾ നിയമങ്ങൾ തെറ്റിക്കുന്നതിന്, ഇത് രണ്ടും അല്ലാത്ത അത് വിത്ത് അതോറിറ്റിയാണ്. പക്ഷേ കമേഴ്ഷ്യൽ ഡീലിംഗ് അല്ല, പക്ഷെ രജിസ്റ്റേർഡ് ആയിരുന്നില്ല. ഐദർ ദ മെഡിക്കൽ പ്രാക്ടീഷണർ രജിസ്റ്റേർഡ് അല്ല അല്ലെങ്കിൽ ദ ഹോസ്പിറ്റൽ രജിസ്റ്റേർഡ് അല്ല. അങ്ങനത്തെ കേസ്, അങ്ങനത്തെ ബ്രീച്ചസ് ഒക്കെ വരികയാണെങ്കിൽ സെക്ഷൻ 20 ആണ്. ഇവിടെ അപ് ടു 5 ഇയേഴ്സ് ഉള്ളൂ, ഫൈൻ അപ് ടു 20 lakhs. ഓൾമോസ്റ്റ് സെയിം തന്നെ, ഇയർ അപ് ടു 5 year ഉള്ളൂ ഇംപ്രിസൺമെൻറ്റ്. കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇനി ഒഫൻസസ് ബൈ കമ്പനീസ് എന്താ അടുത്തത്? ഒഫൻസസ് ബൈ കമ്പനീസ്. കമ്പനി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ, അങ്ങനത്തെ ടിഷ്യൂ ബാങ്ക്, എന്തൊക്കെ ഒഫൻസസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇസ് ഫൗണ്ട് ടു ഫെസിലിറ്റേറ്റ് എൻ ഇല്ലീഗൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അതായത് മാച്ചിങ് അൺറിലേറ്റഡ് ഡോണേഴ്സ് ആൻഡ് റെസിപ്പിയൻ ഫോർ മണി. അപ്പോൾ സെക്ഷൻ 21 പറയുന്നത് ആ സർജനില്ലേ, ഇത് ചെയ്തിട്ടുള്ള സർജൻ മാത്രമല്ല, ദ മാനേജിങ് ഡയറക്ടർ ആൻഡ് ഹോസ്പിറ്റൽ ബോർഡ് ഓൾസോ ആർ ഹെൽഡ് ലയബിൾ. അവരെല്ലാവരും സെക്ഷൻ 21 പ്രകാരം ഈ ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടിഷ്യൂ ബാങ്ക് ഓർ ലബോറട്ടറി ആണ്, പക്ഷേ ഡോണർ റെസിപ്പിയൻറ്റ് തമ്മിൽ കമ്പാറ്റബിളി മാച്ച് ആക്കി അല്ലെങ്കിൽ ഫോൾസിഫൈഡ് ആയിട്ട് മാച്ച് ആക്കിയിട്ട് ഹൈ പേയിങ് ആയിട്ടുള്ള ക്ലയൻറ്റിന് വേണ്ടിയിട്ട് കാശ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ, ഒന്ന് സെക്ഷൻ 19, അതായത് ഡോക്യുമെൻ്റ് ഫാൾസിഫിക്കേഷൻ, ആ പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ അപ് ടു 1 crore ആണ് ഓർഗാൻസിൻ്റെ കേസിൽ, അല്ലെങ്കിൽ 25 lakh ആണ് ടിഷ്യൂസിൻ്റെ കേസിൽ.
അപ്പോൾ ആ കുറ്റം പ്ലസ് 21 സെക്ഷൻ 21 പെടും. കാരണം ആ റെക്കോർഡ് സൈൻ ഇട്ട് കൊടുത്തത് കമ്പനി സെക്രട്ടറിയാണ്, അത് അതോറൈസേഷൻ കമ്മിറ്റി അല്ല. അല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് കമ്പനി സെക്രട്ടറി, ടെക്നിക്കൽ മാനേജർ അലോങ് വിത്ത് കമ്പനി എൻറ്റിറ്റി ഇറ്റ് സെൽഫ് വുഡ് ഫേസ് ദ പ്രോസിക്യൂഷൻ. വേറൊരു കാരണം, ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ മാനേജർ നെഗ്ലക്റ്റ് ചെയ്യാണ്, അതായത് അവരുടെ പ്രോപ്പറായിട്ട് അവരുടെ റിലേഷൻഷിപ്പ്, ഡോണർ ആൻഡ് റെസിപ്പിയൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യുന്നതിൽ ഫെയിലായിപ്പോയി ഹോസ്പിറ്റൽ. ബിക്കോസ് ഹോസ്പിറ്റൽ മാനേജർ നെഗ്ലക്റ്റ് ചെയ്തതുകൊണ്ട് ഹോസ്പിറ്റലിന് അവരുടെ റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെയാകുമ്പോൾ മാനേജർ മാത്രമല്ല, സെക്ഷൻ 21 പ്രകാരം ഫുൾ ഹോസ്പിറ്റൽ ഈസ് ലയബിൾ. Simply, the responsible person plus the company is liable under സെക്ഷൻ 21. ഒഫൻസസ് ബൈ കമ്പനീസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ പോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വഴിയായിട്ട് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്തെങ്കിലും ക്രൈമിനെ. അങ്ങനെയാകുമ്പോൾ അവർ മാത്രമല്ല, ഫുൾ ഹോസ്പിറ്റൽ ഇസ് ലയബിൾ. അപ്പോൾ കൂടുതൽ പണിഷ്മെൻറ്റ് ഫീ വരും. കാരണം അതിൽ കുറേ ആൾക്കാർ ഇൻവോൾവ് ആക്കാൻ പറ്റുമല്ലോ. സെക്ഷൻ 21 പ്രകാരം അതിനെ ജസ്റ്റ് പാസീവ്ലി സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ആൾക്കാർ വരെ പെട്ടുപോകുന്ന കേസാണ്. ഇനി കൊഗ്നിസൻസ് എന്ന് പറയുന്നത് എന്താ, അതായത് വിചാരണയ്ക്കായിട്ട് ഏറ്റെടുക്കണേനെയാണ് കൊഗ്നിസൻസ് എന്ന് പറയണത്. COGNIZNCE. അപ്പോൾ ആർക്കൊക്കെ നമുക്കിപ്പോൾ ഒരു ക്രൈം ആർക്ക് വേണമെങ്കിൽ FIR കൊടുക്കാമെന്നുണ്ട് ചില ക്രൈംസ്. പക്ഷേ ഈ ഒരു കേസിൽ തോട്ട ആക്ട് പ്രകാരം ദർ ആർ സം ഗേറ്റ് കീപ്പേഴ്സ്. ഒന്ന് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് അതോറിറ്റി. പിന്നെ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ ഒരു അതറൈസേഷൻ ഓഫീസർ അല്ലെങ്കിൽ അതറൈസേഷൻ കമ്മിറ്റി ഉണ്ടാവുമല്ലോ, അവർക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ബ്രീച്ച് കണ്ടു കഴിഞ്ഞാൽ കോർട്ടിൽ കേസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് കോഗ്നിസൻസിന് വേണ്ടിയിട്ട് അയക്കാൻ പറ്റും. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് അതോറിറ്റിക്ക് ഒരു 60 ദിവസം അല്ലെങ്കിൽ 2 മാസം മുമ്പ് നമ്മളൊരു ക്രൈമിനെ പറ്റിയിട്ടുള്ളൊരു നോട്ടീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്രോപ്രിയേറ്റ് അതോറിറ്റി അതിനൊരു ആക്ഷൻ എടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രൈവറ്റ് സിറ്റിസണിനെ വേണമെങ്കിൽ കോർട്ടിൽ ഡയറക്റ്റ്ലി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവരെന്ത് ചെയ്യണം, ഒരു 60 ദിവസം മുമ്പ് അപ്രോപ്രിയേറ്റ് അതോറിറ്റീനെ ഈ കേസ് അറിയിക്കണം. ഇങ്ങനെ ഒരു എന്താ പറയുക, ബ്രീച്ച് ഇന്ന ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. അത് നമ്മളൊരു 2 months ബിഫോർ അപ്രോപ്രിയേറ്റ് അതോറിറ്റീനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൈവറ്റ് സിറ്റിസനുള്ള റൈറ്റ് ഉണ്ട്. കൊഗ്നിസൻസിനുള്ള റൈറ്റ് ഉണ്ട്. ഇതാണ് സെക്ഷൻ 22 പറയുന്നത് അബൌട്ട് ദ കൊഗ്നിസൻസ്, ആർക്കൊക്കെ പറ്റും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സമ്മറി ആയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. ഓഡിറ്റിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെ വേണം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ വെരിഫൈ ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ആദ്യം പോയി ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ റെക്കോർഡ്സ് ഉണ്ടോ, അവരുടെ എന്താ പറയുക അതറൈസേഷൻ കമ്മിറ്റിയുടെ അപ്രൂവൽ ഉണ്ടോ, അതിൻ്റെ റെക്കോർഡുകളൊക്കെ ഒന്ന് നോക്കും. പിന്നെന്താ നമ്മൾ നോക്കാം, ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്ററിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കറ്റ്സിൻ്റെ അങ്ങനെ വല്ല ഉണ്ടോ, ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, പിന്നെ കൺസെൻറ്റ് ഫോംസ് വാങ്ങിയിട്ടുണ്ടോ, അതായത് റിസ്ക് ഫാക്ടേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കൺസെൻറ്റ് ഫോംസ് ഉണ്ടോ, പിന്നെ നാഷണൽ രജിസ്ട്രിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, പിന്നെ എന്തൊക്കെ നോക്കുക, എബ്സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അതും വേണം. അത് ചിലപ്പോൾ ഒരു പെർമിറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടായിരിക്കും, അതിനും കൂടുതൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തുക. ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സസ്പെൻഷൻ ഓർ ക്യാൻസലേഷൻ അല്ലെങ്കിൽ ക്രിമിനൽ ലയബിലിറ്റിക്ക് വിട്ടുകൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് സമ്മറി പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ദിസ് ഈസ് പാർട്ട് 1 ഓഫ് തോട്ട ആക്ട്. സോ നമുക്ക് പാർട്ട് 2 കാണാം. ബൈ, താങ്ക് യു.